മുഹൂർത്തമുണ്ടായിരിക്കട്ടെ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ചുങ്കക്കാരൻ സക്കൈ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ഈ കഥ. ഒരിക്കൽ യേശു എരിഹോയിലേക്ക് പോവുകയായിരുന്നു. അവിടെ താമസിക്കുന്ന ഒരാളായിരുന്നു സക്കൈ. സക്കൈ ഒരു ചുങ്കക്കാരനായിരുന്നു. അവിടെയുള്ളവർക്ക് സക്കൈക്ക് ആർക്കും ഇഷ്ടമല്ലായിരുന്നു. യേശു അവിടെ ഉണ്ടെന്ന് കേട്ടപ്പോൾ സക്കൈക്ക് യേശുവിനെ കാണാൻ ആഗ്രഹമായി. സക്കൈക്ക് തീരം കയറുമ്പോൾ അവിടെ ഒത്തിരി ജനത്തിരക്കായിരുന്നു. സക്കൈക്ക് പിന്നെ യേശുവിനെ കാണാൻ ആയില്ല. സക്കൈക്ക് ഒരു ആശയം വന്നു. സക്കൈ ഒരു മരത്തിന്റെ മുകളിൽ കയറി യേശുവിനെ കണ്ടു. അപ്പോൾ യേശു മരത്തിന്റെ ചോട്ടിൽ വന്നപ്പോൾ സക്കൈ എടുത്ത് പറഞ്ഞു, സക്കായ് ഇറങ്ങി വാ. അപ്പോൾ സക്കായ് ഇറങ്ങി വന്നു. പിന്നെ യേശു പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിൽ പാർക്കും. അപ്പോൾ സക്കായിക്ക് സന്തോഷമായി. അപ്പോൾ സക്കായി പറഞ്ഞു, കർത്താവേ, ഞാൻ ആരുടെ കയ്യിൽ നിന്ന് ചതിവായി വാങ്ങിയാൽ ഞാൻ 4 മടങ്ങ് തിരിച്ചു കൊടുക്കും. അപ്പോൾ യേശുവിന് സന്തോഷമായി. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് എന്തോ മനസ്സിലായി? നമ്മളും സക്കായി പോലെ പാപമേറ്റ് പറഞ്ഞ് അനുദപിച്ചാൽ യേശു നമ്മളോട് ക്ഷമിക്കും. നന്ദി, നമസ്കാരം.